പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം ദൈവശക്തിയും ദൈവഭയവും ദൈവത്തിലുള്ളതായ ആശ്രയവും അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ, അതിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് അന്യമായി പോയപ്പോൾ അവർ 3 ശക്തികൾക്ക് വിധേയപ്പെടേണ്ടി വന്നു. 1 മന്ത്രവാദം അഥവാ വിച്ച് ക്രാഫ്റ്റ്, 2 ക്ഷുദ്രപ്രയോഗം ഇല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്, 3 ശകുനവാദം ഇല്ലെങ്കിൽ സൂപ്പർസ്റ്റിഷൻ. ഈ 3-ലേതെങ്കിലും ഒരു ശക്തിക്കോ ഈ 3 ശക്തിക്കോ അവർ അടിമകളായി തീർന്നതിനാൽ അവർ ജീവിതത്തിൽ അവിടെവിടായി ചിതറപ്പെടുന്ന അനുഭവം, അവരുടെ ഉദ്ദേശങ്ങൾ ഒന്നും സാധിക്കാതെ അവർക്ക് ശത്രുവായി ദൈവം പല പാളയങ്ങളിലും അവർക്ക് വിരോധിയായി ഇറങ്ങുവാൻ സാഹചര്യമുണ്ടാക്കി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് സുവിശേഷ ലോകവും വിശ്വാസഗോളവും അഭിമുഖീകരിക്കുന്നതായ 3 വെല്ലുവിളികളാണ് ക്ഷുദ്രപ്രയോഗം, ശകുനവാദം, മന്ത്രവാദം. വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ, സുവിശേഷകർ എന്ന് അഭിമാനിക്കുന്നവർ, പ്രാർത്ഥനാ വീരന്മാർ എന്ന് അഭിമാനിക്കുന്നവർ, പ്രവാചകന്മാർ എന്ന് അഭിമാനിക്കുന്നവർ പലരും ഈ 3 ശക്തികൾക്ക് അടിമകളാണ്. മന്ത്രവാദത്തിന്, ഇല്ലെങ്കിൽ ക്ഷുദ്രപ്രയോഗത്തിന്, ഇല്ലെങ്കിൽ ശകുനവാദത്തിന്. കേൾവിയിൽ തോന്നും ഇത് പൈശാചികമാണ്. പൈശാചികമല്ല. മന്ത്രവാദവും ക്ഷുദ്രപ്രയോഗവും ശകുനവാദവും പൈശാചികമല്ല. മനുഷ്യൻ മന്ത്രങ്ങളാലും തന്ത്രങ്ങളാലും കെട്ടിപ്പിണയ്ക്കുന്നതായ ചില കുരുക്കുകളാണ്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയോട് പറയുന്നത്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ക്രിസ്തു യേശു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? അപ്പോൾ ദൈവം അവർക്ക് ബുദ്ധി കൊടുത്തിരുന്നു. ഗലാത്യ സഭയിൽ ധാരാളം ജ്ഞാനികളും വിവേകികളും ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസമുള്ളവരുണ്ടായിരുന്നു, അക്ഷരാഭ്യാസമുള്ളവരുണ്ടായിരുന്നു, അനേക ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. എന്നാൽ അവരെയെല്ലാം ചേർത്ത് പൗലോസ് വിളിക്കുകയാണ് ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. ദൈവം കൊടുത്ത ബുദ്ധിയെ അഫലമാക്കിക്കൊണ്ട് മാനുഷിക ബുദ്ധി അവർ തന്ത്രങ്ങളായി മന്ത്രങ്ങളായി ഏറ്റെടുത്തു. അവരുടെ ജീവിതത്തിൽ ആത്മാവ് കൊണ്ട് ആരംഭിച്ചു. അതിനുശേഷം അവർ ജഡത്തിൽ അവസാനിക്കുന്ന മനുഷ്യരായി തീർന്നു. എന്താണ് ക്രിസ്തു യേശു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുൻപിൽ വരച്ചു കിട്ടിയിരിക്കുന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവ് ക്രൂശിൽ മരിച്ചത് സകല പാപികൾക്കും, സകല ജനങ്ങൾക്കും, ഈ ഭൂലോകത്തിലെ സകല മാനവജാതികൾക്കും വ്യത്യാസമില്ലാതെ, രാജ്യവ്യത്യാസമില്ലാതെ, തത്വവ്യത്യാസമില്ലാതെ, ആശയവ്യത്യാസമില്ലാതെ, നിറവ്യത്യാസമില്ലാതെ, ഭാഷാ വ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ല, സകലർക്കും വേണ്ടി ക്രൂശിൽ കിടന്ന് മരിച്ചപ്പോൾ കർത്താവ് ശത്രുക്കളെയും തന്നെ ഉപദ്രവിച്ചവരെയും കണ്ടുകൊണ്ട് ഒരു വാക്ക് പറയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ദൈവത്തിന് സ്തോത്രം. അവരെ ദൈവമക്കളാകുവാൻ കർത്താവ് ആഗ്രഹിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. എന്തിനു വേണ്ടി? അവർക്ക് ഭക്ഷണം കൊടുക്കാനാണോ? അവരെ അനുഗ്രഹിക്കാനാണോ? അവരെ ഉന്നതരാക്കാനാണോ? നിനക്ക് തന്ന പോലെ ഒരു വാഹനം അവർക്ക് കൊടുക്കാനാണോ? നിനക്ക് തന്ന പോലെ ഒരു ഭവനം കർത്താവെ എൻ്റെ ശത്രുക്കൾക്ക് കൊടുക്കാനാണോ? അത് നിന്റെ പ്രാർത്ഥനയല്ല. ദൈവമാണ് അവരെ പോഷിപ്പിക്കുന്നത്. അവർക്ക് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ഉദ്യോഗമാണ്. ദൈവത്തിൻ്റെ ഉദ്യോഗം നമ്മൾ എടുക്കാൻ പോയാൽ ദൈവം അതിൽ ആധികാരികത നമുക്ക് തരികയില്ല. നമുക്ക് പ്രാർത്ഥിപ്പാൻ കർത്താവ് തന്നിരിക്കുന്ന ഒരു കടപ്പാട്, അവരും സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാകേണ്ടതിന് വേണ്ടി 43-ാം വാക്യം പ്രാർത്ഥിപ്പീൻ. അതിനുശേഷം കർത്താവ് പറഞ്ഞു നിർത്തുന്നത്, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. അതിനു മുമ്പ് കർത്താവ് പറയാണ്, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, സ്വർഗത്തിൽ നിന്ന് ദൈവം നീതിമാന്മാർക്ക് വേണ്ടിയും ദുഷ്ടന്മാർക്ക് വേണ്ടിയും ഒരുപോലെ മഴ പെയ്യ്ക്കുന്നു, ഒരുപോലെ മഞ്ഞുണ്ടാക്കുന്നു, ഒരുപോലെ കൃഷിയുടെ അനുഭവങ്ങൾ കൊടുക്കുന്നു. നീതിമാന്മാരുടെ വിളവുകൾ 100 മേനിയും ദുഷ്ടന്മാരുടെ മേനി 30 അല്ലെങ്കിൽ 0 മേനിയും വിളയുന്നില്ല. കൃഷി ചെയ്യുന്നവർക്ക് അവരുടെ ഫലം കിട്ടുന്നു. അതിലല്ല കാര്യം. സ്വർഗസ്ഥനായ പിതാവിൻ്റെ
മക്കളാകുവാനുള്ളതായ സാഹചര്യങ്ങളുടെ വഴിത്തിരിവ്. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് അധികാരവും അവകാശവും അല്ലെങ്കിൽ നമ്മൾക്ക് കടപ്പാടും തന്നിരിക്കുന്നത്. ചില ദിവസങ്ങളിലായി ഞാൻ സഭായോഗത്തിൽ പോകുമ്പോൾ അവിടെ പ്രാർത്ഥനാ വിഷയം കേട്ട് എനിക്ക് തന്നെ ലജ്ജ തോന്നിപ്പോവുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത് അറിയാം? സഭയ്ക്ക് വിരോധമായി, ഉപദേശത്തിന് വിരോധമായി, വിശുദ്ധന്മാർക്ക് വിരോധമായി, പ്രമാണങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികളെ ഇല്ലായ്മ ചെയ്യണം, ദൂരീകരിക്കണം, കൊന്നൊടുക്കണം, മുടിപ്പിച്ചു കളയണം, ഭൂമിയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യണം. ഇതെവിടുന്ന് കിട്ടിയ ആത്മാവാണ്? നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെയും ദൈവത്തിൻ്റെ പുത്രന്മാരാക്കി മക്കളാക്കി തീർക്കുവാൻ, ദൈവസന്നിധിയിൽ യാചന കഴിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ദൈവമക്കളെ, വിശ്വാസികളെ ആഹ്വാനം ചെയ്തത് പോരാടി പ്രാർത്ഥിക്കാൻ. സാധുക്കളായ വിശ്വാസികൾ അവർ എവിടെയോ പഠിച്ചു വെച്ച അന്യഭാഷ ഉച്ചരിച്ചും കൊണ്ട് അവർ പോരാടുക. എന്തിനാ? മുടിപ്പിക്കണം, നശിപ്പിക്കണം, ഇല്ലായ്മ ചെയ്യണം. മന്ത്രവാദത്തിൻ്റെ ആത്മാവ്. എന്താണ് ഈ മന്ത്രവാദം? ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ മന്ത്രവാദം, ശകുനവാദം അല്ലെങ്കിൽ ഈ ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞു തരാം. മന്ത്രവാദം അഥവാ വിച്ച്ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചോദിക്കാതെ, ദൈവത്തിൽ ആശ്രയിക്കാതെ, അദൃശ്യ ശക്തികളെ അല്ലെങ്കിൽ ദൈവമല്ലാത്ത ചില ദൈവിക ശക്തി എന്ന് വിശ്വസിക്കപ്പെടുന്ന ആത്മീയതകളെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വിളിച്ചു വരുത്തി മന്ത്രങ്ങളും ജപങ്ങളും തന്ത്രങ്ങളും മുതലായവ ഉപയോഗിച്ച് മനുഷ്യരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താനുള്ള ശ്രമമാണ് മന്ത്രവാദം. ഉദാഹരണം, മന്ത്രം ചൊല്ലൽ, ഇല്ലെങ്കിൽ ശത്രുക്കളെ നശിപ്പിക്കാനുള്ള, വശീകരിക്കാനുള്ള സ്തോത്രം ചെയ്യൽ, യന്ത്രതന്ത്രങ്ങൾ, കെട്ടഴിക്കൽ, കെട്ടിടിയിൽ, ചരട് മന്ത്രവസ്തുക്കൾ, ഇല്ലെങ്കിൽ ജപമാലകൾ, ഇതെല്ലാം മന്ത്രവാദങ്ങളാണ്. നിന്റെ ശത്രുവിനെ നശിപ്പിക്കാൻ നീ ഉപയോഗിക്കുന്ന സ്തോത്രങ്ങൾ, അതിനെ ദൈവം അംഗീകരിക്കുന്നത് മന്ത്രവാദമായിട്ടാണ്, സ്തോത്രമായിട്ടല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് പുകഴ്ചയല്ല, താഴ്ചയാണ്. നിന്റെ തലമുറകളെ അത് അഭ്യസിപ്പിക്കരുത്. ശത്രുവിനെ നശിപ്പിക്കാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, പ്രാർത്ഥിക്കുവാൻ തലമുറകളെ പഠിപ്പിക്കരുത്. തെറ്റായ പാഠം. അതിനുശേഷം ക്ഷുദ്രം ഇല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്, അല്ലെങ്കിൽ ഹാംഫുൾ സോർസറി, മന്ത്രവാദത്തിൻ്റെ കൂടുതൽ ഭീകരവും നാശകരവുമായ ഒരു രൂപമാണ് ക്ഷുദ്രപ്രയോഗം എന്ന് പറഞ്ഞാൽ. ലക്ഷ്യം മറ്റുള്ളവർക്ക് ദോഷം സങ്കല്പിക്കുക, രോഗം, തകർച്ച, മരണം പോലും വരുത്തുക. നിന്റെ ശത്രുക്കളുടെ രോഗം കണ്ട് സന്തോഷിക്കാൻ, ഇല്ലെങ്കിൽ ദൈവത്തിന് വിരോധമായി, വിശുദ്ധന്മാർക്ക് വിരോധമായി സംസാരിച്ചത് കൊണ്ടാണ് ഇത് വന്നതെന്ന് നീ പറയുമ്പോൾ നീ ക്ഷുദ്രക്കാരനാണ്. ക്ഷുദ്രപ്രയോഗി, ക്ഷുദ്രജീവി. ദൈവം നിന്നെ വെറുക്കുന്നു. നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ അവകാശമില്ല. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ആരുടെയെങ്കിലും നാശത്തിനായി ചെയ്യുന്ന മന്ത്രങ്ങളും സ്തോത്രങ്ങളും ക്ഷുദ്രം. രക്തം, മുടി, അസ്ഥി, ഫോട്ടോ എന്നിവ ഉപയോഗിച്ചുകൊണ്ടോ മനസ്സിൽ ഗ്രഹിച്ചുകൊണ്ടോ ഒരാൾ രൂപം മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ടോ അവർക്ക് വിരോധമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ക്ഷുദ്രം. അടിവരയിടുക, ക്ഷുദ്രപ്രയോഗി. ശവസംസ്കാര സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട ചില ആചാരങ്ങൾ നീ നടത്തുമ്പോൾ ക്ഷുദ്രക്കാരൻ. ദൈവം നിന്നോടുകൂടെയില്ല. 3, ശകുനവാദം ഇല്ലെങ്കിൽ ഓമൻസ്, സൂപ്പർസ്റ്റിഷൻസ്, ഡിവിനേഷൻ എന്നുള്ള പേരുകളിലൊക്കെ അറിയപ്പെടും. അതിൻ്റെ അർത്ഥം ജീവിത തീരുമാനങ്ങൾ ദൈവവചനത്തെ അടിസ്ഥാനമാക്കാതെ ലക്ഷണങ്ങൾ, അടയാളങ്ങൾ, സമയം, വസ്തുക്കൾ, സംഭവങ്ങൾ എന്നിവയെ ആശ്രയിച്ച് ഏറ്റെടുക്കുക, നടത്തുക. കുറ്റിയടിക്കൽ, കുറ്റിനാട്ടൽ, അടുപ്പ് കത്തിക്കൽ, മണ്ണെണ്ണ ഒഴിക്കൽ, വെളിച്ചെണ്ണ ഒഴിക്കൽ, ഉപ്പ് തിളപ്പിക്കൽ, പാല് തിളപ്പിക്കൽ, വലതുകാൽ വെച്ച് കയറുക, രാഹുകാലം നോക്കുക, ദിവസങ്ങൾ നോക്കുക, ജാതികളുടെ അവസ്ഥകൾ നോക്കുക, പാഗാനിസം നിന്റെ ജീവിതത്തിലും നിന്റെ സഭയിലും വിശ്വാസികളുടെ ഇടയിലും പ്രചരിപ്പിക്കുക, ആചരിപ്പിക്കുക. ഇതെല്ലാം ശകുനവാദമാണ്. കാക്ക കരഞ്ഞാൽ ദോഷം, യാത്രയ്ക്ക് മുമ്പേ ചില ദിവസം ഒഴിവാക്കൽ,
കൈച്ചുളിവ്, കണ്ണുതടിപ്പ്, സ്വപ്നം കണ്ടാൽ സംഭവിക്കുമെന്നുള്ള അന്ധവിശ്വാസം എന്നിവയെല്ലാം ശകുനവാദത്തിൽപ്പെടുന്നു. നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ അനുവാദമില്ല. നീ ദൈവരാജ്യം അവകാശമാക്കിയില്ല. നിന്റെ തലമുറകളെ ശകുനവാദവും ക്ഷുദ്രം ചെയ്യലും മന്ത്രവാദവും ചെയ്ത് പഠിപ്പിക്കരുത്. ഓർത്തുകൊള്ളുക, ദൈവവചനത്തിൽ പറയുന്നു, ശകുനവാദവും ക്ഷുദ്രപ്രയോഗവും മന്ത്രവാദവും ഒന്നും പൈശാചികത്തിൽ നിന്ന് പിശാചിന് ഇതിനൊന്നും സമയമില്ലെന്ന്. പിശാചിന് വേറെയാ പ്രവർത്തനം. പിശാചിന്റെ പ്രവൃത്തിയൊക്കെ വേറെയാ. പിശാചിനെ വേണമെങ്കിൽ നിനക്ക് കൂട്ടുപിടിക്കാൻ നിന്റെ ദൈവമായിട്ട് ഇവയൊക്കെ ചെയ്യുമ്പോൾ പിശാചിനെ ദൈവവുമായിട്ട് ബേസിക്കായിട്ട് നിനക്ക് അംഗീകരിക്കാം. പക്ഷെങ്കിൽ ഇതിനൊന്നും പിശാചിന് സമയമില്ല. നീ തന്നെ ചില മന്ത്രങ്ങൾ കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും വശീകരണ ശക്തി കൊണ്ടും താളടി കൊണ്ടും നീ ഉപയോഗിക്കുന്നതായ ചില മന്ത്രപ്രയോഗങ്ങൾ ദൈവത്തിന് വിരോധമായി ചിന്തിക്കുമ്പോൾ നിന്റെ ജീവിതത്തെ പിശാച് വലിച്ചു കൊണ്ടുപോകുന്നൊരു പ്രയോഗം മാത്രമേ പിശാച് ചെയ്യത്തുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം കാണുന്നതായ നമ്മുടെ തലമുറകളെ, കുഞ്ഞുങ്ങളെ മന്ത്രവാദത്തിൽ നിന്നും ശകുനവാദത്തിൽ നിന്നും ക്ഷുദ്രപ്രയോഗങ്ങളിലും ഒഴിച്ചു നിർത്തുവാൻ കഴിയുന്ന ഒരു തലമുറയുടെ ഉത്ഭവം ആവശ്യമാണ്. ദൈവവചനത്തിൻ്റെ ആവിർഭാവം ഒരു പുതിയ ശക്തിയോടെ ഉടലെടുക്കേണ്ടതിന് വേണ്ടി ഈ 3 കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു തലമുറയുണ്ടാകണം. ഒരു ഉപദേശമുണ്ടാകണം, ഒരാചാരമുണ്ടാകണം, ഒരനുഷ്ഠാനമുണ്ടാകണം, ഒരാരാധനയുണ്ടാകണം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അതാണ് ദൈവം ഉറ്റുനോക്കുന്നത്. ഈ കാണുന്നതായ സകല മന്ത്രവാദങ്ങളെയും ശകുനവാദികളെയും നമ്മുടെ കൺമുമ്പിൽ വെച്ചിന് ദൈവം ന്യായം വിധിച്ചുകൊണ്ടിരിക്കും. ദൈവം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. ഏത് പ്രമാണവും ഏത് വാദങ്ങളും ഏത് ന്യായങ്ങളും നിങ്ങൾ പറഞ്ഞിരുന്നാലും ശരി, നിങ്ങളുടെ മുമ്പിൽ പലതും ഭോഷത്വമെന്ന് തോന്നിപ്പോവും. പക്ഷെങ്കിൽ ദൈവസന്നിധിയിൽ അതൊക്കെ മാന്യമായിരിക്കും. നിങ്ങൾ മാന്യമെന്ന് കാണുന്നത് പലതും ദൈവത്തിൻ്റെ മുൻപിൽ അത് ഭോഷത്വമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അന്യമായപ്പോൾ അവർ ശകുനവാദികളായി, മന്ത്രവാദികളായി, അവർ ക്ഷുദ്രപ്രയോഗികളായി. ഗലാത്യ സഭയിലെ പോലെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? ശത്രുക്കളെ നശിപ്പിക്കുവാനുള്ള പ്രാർത്ഥന. നിനക്ക് പ്രാർത്ഥിക്കാൻ അധികാരം എവിടെ നിന്ന് കിട്ടി? നിന്റെ സഹോദരന്റെ കെട്ടഴിക്കുവാനും കെട്ടിടുവാനും നിനക്ക് ആരധികാരം തന്നു? ദൈവത്തിന്റെ വചനം പറയുന്നു, നീ നിന്നെ തന്നെ കെട്ടുന്ന കെട്ടുകൾ സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിന്റെ സഹോദരന്റെ കെട്ടല്ല, നിന്റെ കുടുംബത്തിന്റെ കെട്ടല്ല, നിന്റെ കുഞ്ഞുങ്ങളുടെ കെട്ടല്ല, നിന്റെ സമൂഹത്തിന്റെ കെട്ടല്ല. നീ നിന്നെ തന്നെ അഴിക്കുന്ന അഴികൾ സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. അന്യന്റെ കെട്ടുകളല്ല. അതിന് നമ്മളിൽ അധികാരമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരധികാരം, അതിനൊരടിസ്ഥാനപരമായ ഉപദേശം, ഒരു ശക്തി നമ്മളിൽ വ്യാപരിക്കപ്പെടുമ്പോൾ താഴ്മയുടെ ഉപദേശവും വിനയത്തിന്റെ ഉപദേശവും മറ്റുള്ളവരെ, ഏത് മനുഷ്യരെയും ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ പുത്രന്മാരാക്കി തീർക്കുവാനുള്ള ഒരു അനുനയനം, സൗമ്യതയുള്ള വാക്കുകൾ, സ്നേഹത്തിന്റെ സന്ദേശം നമ്മളിൽ നിന്നും പുറപ്പെടുന്നു. അതിനെത്ര മാധുര്യമാണ്! ആ സുവിശേഷത്തിന് മാധുര്യതയുണ്ട്, ആ സുവിശേഷത്തിൽ സ്നേഹമുണ്ട്, ആ സുവിശേഷത്തിൽ സഹിഷ്ണുതയുണ്ട്, ആ സുവിശേഷത്തിൽ പല ആദർശങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അവയെ പ്രദർശിപ്പിക്കുന്ന ജനം ഈ നാളുകളിൽ ഉണ്ടാകേണ്ടതാണ് ക്രിസ്തീയ സമൂഹത്തിൻ്റെ വലിയൊരാവശ്യം. ഇത് പറയാതിരിക്കാൻ വയ്യ. എത്ര നാൾ ഇത് പറയാതെ നീട്ടിക്കൊണ്ടുപോകും? എത്ര നാൾ ഇത് പറയാതെ ഒതുക്കി പോകും? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈ ഒരു ആദർശം ഉൾക്കൊണ്ടില്ല എങ്കിൽ ആരാധനയിൽ കുഞ്ഞുങ്ങൾ കുറഞ്ഞു പോകുന്നതിൻ്റെ കാര്യം എന്താണ്? അവർ ശകുനവാദികളാകുവാൻ അവർക്ക് ആഗ്രഹമില്ല. അവർ മന്ത്രവാദികളാകുവാൻ നമ്മുടെ തലമുറകൾക്ക് ആഗ്രഹമില്ല. അവർ ക്ഷുദ്രപ്രയോഗികളാകുവാൻ അവർക്ക് ആഗ്രഹമില്ല. അവരോടൊപ്പം ജീവിക്കുന്നവരെ, സമൂഹത്തെ സ്നേഹിക്കാനും വഹിക്കാനും അവരാഗ്രഹിക്കുന്നു, ഉൾക്കൊള്ളുവാൻ അവരാഗ്രഹിക്കുന്നു. നമ്മളോ അവരെ വെറുക്കുവാൻ നമ്മൾ അവരെ പഠിപ്പിക്കുന്നു. നോ, അതല്ല. ഈ നാടുകളിൽ അങ്ങനെയുള്ളതായ ഒരു പരിശുദ്ധാത്മ പ്രയോഗത്തിൽ കൂടെ, ഒരു പരിശുദ്ധാത്മ പരിലാളനത്തിൽ കൂടെ ദൈവജനത്തിൽ സന്തോഷം കൊണ്ടുവരുമ്പോൾ അത് ഭവനത്തിൽ സമാധാനവും വേർപിരിഞ്ഞ ജീവിതങ്ങൾ ഒത്തുചേരുവാൻ, കുടുംബങ്ങൾ തകർന്നു പോയ കുടുംബങ്ങൾ ഒത്തുചേരുവാൻ, ഒന്നൊന്നിൻ്റെ നാശം ഉദ്ദേശിക്കാതെ ഒന്നൊന്നിൻ്റെ നന്മയും ഉയർച്ചയും കണ്ടുകൊണ്ട് നന്മകളെ സുവിശേഷിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ കാലുകളൂതി, സ്നേഹത്തിൻ്റെ വാക്കുകൾ ഊന്നിക്കൊണ്ട് സ്നേഹത്തിൽ ഉൾക്കൊള്ളുവാനും വഹിക്കുവാനും ക്ഷമിക്കുവാനും അവരെ പ്രാപ്തരാക്കുന്നു. ആ വലിയ വിശ്വാസം നമ്മിലും നമ്മുടെ തലമുറകളിലും വ്യാപരിക്കുവാൻ ഒട്ടും നമ്മൾ താമസിപ്പിക്കരുത്. ഗോഡ് ബ്ലെസ് യു.